എൻ്റെ വയനാട്ടിലുള്ള ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്ന കാപ്പിപ്പൊടിയാട്ടെ ഇത് കിട്ടിയതിന് ശേഷം രാവിലെയും വൈകുന്നേരവും മസ്റ്റാട്ടാ. കുടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ പകുതി ഒരു കുടിച്ച ഫീലാട്ടാ. അത്രയും ടേസ്റ്റും മണവും വന്നതിൽ ഞാൻ അധികം ഒന്നും ഇത് കുടിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര സ്പെഷ്യലായിട്ട് തോന്നിയത്. ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ മുട്ട ബാക്കിയുണ്ടെങ്കിൽ ബുൾസ ചെയ്യാണ്ട് ഒരു ഓപ്ഷനും എൻ്റെ മനസ്സിൽ വരില്ലാട്ടാ. എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബുൾസൈ. ഇപ്പം അൽഹംദുലില്ലാ എത്ര വേണമെങ്കിൽ നമുക്ക് ബുൾസൈ കഴിക്കാം. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് വളർന്ന ഞാൻ പണ്ട് മദ്രസയിൽ പോകുമ്പോൾ രാവിലെ ഉമ്മ ഒരു ബുൾസൈ ആക്കി തരും കേട്ടോ. അതന്നെ എല്ലാ ദിവസവും ഇല്ല, വല്ലപ്പോഴും. എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നത് 2-3 ബിസ്ക്കറ്റ് മാത്രമാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും. എന്നാലും ഞാനിങ്ങനെ ഓർക്കുകയെന്ന് ഈ മഞ്ഞക്കരി പൊട്ടിയിട്ടുണ്ടാകുമ്പോയില്ലേ, എന്താണെന്നറിയില്ല, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരും നമുക്ക് ഉമ്മാനോട്. മനഃപൂർവ്വം എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് തന്നെന്നല്ല അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായി, ചെറുതായിട്ടൊന്നങ്ങ് ഉടക്കുന്ന മാറിയിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കരി പൊട്ടിപ്പോവും. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മഞ്ഞക്കരി പൊട്ടിയാലും സാരമില്ല, പൊട്ടിയൊലിച്ചാലും പ്രശ്നമില്ല, എല്ലാം നമുക്ക് ഓക്കെ ആവും. ഓർത്ത് നോക്കിയാൽ എന്തെല്ലാം ഉണ്ടല്ലേ. ഇപ്പം ചിരിക്കാൻ തോന്നും, പണ്ടത് വലിയ സങ്കടമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്ര വിശേഷം ഉണ്ടല്ലേ നമുക്ക് പണ്ടത്തത്. കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കതൊന്നും നിർത്താൻ പറ്റൂല, അത്രയുണ്ട് ഓർമ്മകൾ. ഉണ്ടാക്കിയിട്ട് മുന്നിൽ തരുമ്പം നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അത് വേണ്ട ഇത് വേണ്ട. ഗൾഫിലൊക്കെ വന്നിട്ട് ഇങ്ങനെ 1-2 ഐറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്തോ വലിയ മലമറിച്ച ഫീലിംഗ് ആണ്. വീട്ടിൽ നമ്മൾ ഉമ്മുമ്മാൻ്റെ എല്ലാം വില അറിയുന്നപ്പോഴാട്ടാ. ഫുഡ് അതൊരു വികാരമല്ലേ, ഒരു നേരം കഴിക്കാൻ കിട്ടാന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.